മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. വാഴാനി ഡാമിലെ മത്സ്യബന്ധനത്തിന് ഭീഷണിയായി നീർനായക്കൂട്ടം. ഡാം കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നയിക്കുന്ന 58ഓളം നിർധന കുടുംബങ്ങളാണ് നീർനായ്ക്കളുടെ ശല്യം മൂലം നിലവിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. വാഴാനി ഹരിജൻ ഗിരിജൻ ഫിഷറീസ് സഹകരണ സംഘത്തിനാണ് ഡാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുവാനും അവ പിടികൂടി വിൽക്കുവാനുമുള്ള സമ്പൂർണ്ണ അവകാശമുള്ളത്. മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഈ സംഘത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും. വിഷം കലരാത്ത നാടൻ മത്സ്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഇവർക്ക് നീർനായകളുടെ വിഹാരം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. 30ഓളം നീർനായക്കളാണ് നിലവിൽ ഡാമിലുള്ളതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. രാത്രികാലങ്ങളിൽ വിരിക്കുന്ന വലകളിൽ കുടുങ്ങുന്ന മത്സ്യങ്ങളെ നീർനായ്ക്കൾ കൂട്ടത്തോടെ ഭക്ഷിക്കുകയാണ് പതിവ്. വലയിൽ മീൻ കുടുങ്ങിയാൽ മണത്തറിഞ്ഞെത്തുന്ന ഇവ പുലർച്ചെ തൊഴിലാളികൾ എത്തുമ്പോഴേക്കും മത്സ്യങ്ങൾ മുഴുവൻ തിന്ന് തീർന്നിട്ടുണ്ടാകും. ഡാമിന് സമീപത്തെ പൊന്തക്കാടുകളിലാണ് ഇവയുടെ താമസം. തങ്ങളുടെ ഏക വരുമാന മാർഗം നിലച്ച സാഹചര്യത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. You are watching VCV News.